നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സത്യഭാമയുടെ മരുമക്കളെ തോന്നിയാസം നടക്കുകയല്ലാന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയ മലതി ഈ സീമന്തം. നിന്റെ മകൻ ബിനീഷിനൊപ്പം കല്യാണം കഴിഞ്ഞ് എന്റെ മകന് കുഞ്ഞു പിറക്കാത്തതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നല്ലോ. എനിക്കല്ല, നാട്ടുകാർക്ക്. അതങ്ങ് തീർന്നോട്ടെ എന്ന് കരുതി. സിവിൽ സർവീസ് സ്വപ്നം കണ്ട് കുടുംബം ഉപേക്ഷിച്ച് നടക്കല്ല ഞങ്ങളുടെ ശാലിനി. ശ്യാമേ, മോളിങ് വന്നേ, വാ. ഇവളെ അറിയാലോ, എന്റെ ഇളയ മരുമോള ശ്യാമ. ഇവളുടെ കൈ കൊണ്ടൊരു ചായ ഇട്ട് കുടിക്കണമെന്നുണ്ടോ ആർക്കെങ്കിലും? വേണ്ട ബാമേ. പെൺകുട്ടികളെ ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിടുമ്പോ അവിടുത്തെ രീതികളുമായി അവരൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. പുതിയൊരു മണ്ണിലേക്ക് പറിച്ചു നടുകയല്ലേ അവരെ. ഇപ്പൊ ഇവളെ കാര്യങ്ങളെല്ലാം പരിചയിച്ചു. ഇവിടുത്തെ ഏറ്റവും മിടുക്ക കുട്ടിയാ ഇപ്പൊ ഇവള്. കേട്ടോ സുഭദ്രേ, ഒരു വീട്ടിൽ നിന്ന് 2 പെണ്ണുങ്ങൾ എടുത്തതുകൊണ്ട് സത്യഭാമയ്ക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല, നേട്ടേ ഉണ്ടായിട്ടുള്ളൂ. ആ, അതാ ഭാമേ ഞാനും പറയുന്നത്. നമ്മള് മുതിർന്നവർ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ എല്ലാം അങ്ങ് നേരെ പൊക്കോളൂ. ശരിക്കും സീമന്തം തന്നെ അമ്മേ. വിഷ്ണു, എന്താടാ? അമ്മ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ശാരദാമ്മ എത്തിയല്ലോ. മാർക്കേ, സത്യമേ. എന്താ ശാരദാമ്മേ, മകളുടെ സീമന്തമായിട്ട് ഈ നേരത്താണോ വരുന്നേ? അത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വൈകി സത്യമേ. ഇന്നലെ ഹോട്ടലിൽ ഇത്തിരി ജോലി തിരക്കുണ്ടായിരുന്നു. ശാലി എവിടെ? അവളെ മുകളിൽ പ്രീതി ഒരുക്കിക്കൊണ്ടിരിക്കുക. വരൂ, വാ, വാന്നേ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.